മോനെ അർജുന, എന്താ ചേച്ചി? ആരുടെയും കണ്ണുപെടാതെ മോൻ അങ്ങ് പോവുമായിരിക്കും അല്ലേ? ഇല്ല ചേച്ചി, ഞാൻ മുകളിലേക്ക് പോയായിരുന്നു. ജോലിക്ക് പോയില്ലേ? പോയി കഴിഞ്ഞു, അതാ തിരിച്ചു വന്ന. ഒറ്റ ദിവസം കൊണ്ട് പ്രാക്ടീസ് കഴിഞ്ഞോ? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയ ഡോക്ടർ ഇല്ലേ, ആള് പോയി. തട്ടിപ്പോയാ? അയ്യോ, തട്ടിപ്പോയതല്ല, ആളൊരു ഫോറിൻ ട്രിപ്പ് പോയേക്കാം. അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് എന്നോട് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എടാ എടാ മോനെ, നീ ഈ പുളുവൊക്കെ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. നീയും മറ്റവളും കൂടി കറങ്ങാൻ പോയതും റൂം എടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു. അത് ചേച്ചിയോട് ആരും പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ അറിയലല്ലേ മോനെ എന്റെ പണി. എടാ ചെക്ക, ഈ വീട്ടിനകത്ത് ആരെന്ത് മനസ്സിൽ ചിന്തിച്ചാലും അത് ഞാൻ അറിയും. അങ്ങനെ ഒരു സിദ്ധി എനിക്കുണ്ടടാ. എല്ലാവരും പറയണത് ആരും ഒരാണ്ട് ഒളിച്ചു നിൽക്കും, അതല്ലേ ചേച്ചിയുടെ സിദ്ധി? സിദ്ധി ഞാൻ ഒഴിഞ്ഞും പറഞ്ഞു ഒക്കെ കേൾക്കും, അതൊക്കെ എന്റെ കാര്യ. പക്ഷെ അർജുന, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. അതിന്റെ ക്ഷീണത്തിൽ ഒരുത്തി നല്ല ഉറക്കത്തില്ല. എന്റെ പൊന്നഞ്ചു ചേച്ചി, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. മോൻ എങ്ങനെ വേണേലും ജീവിച്ചു പോയിക്കോ, അഞ്ചു ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ത്രിവേണിയുടെ കൂടെ ജീവിക്കണ്ട. രണ്ടിനെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂലടാ. ഇതൊക്കെ ഞാൻ നിന്റെ അമ്മയെ അറിയിക്കും. പിന്നെ അറിയാലോ, നിന്റെ അമ്മ പിന്നെ നിന്നെ നാട്ടിലേക്ക് വിടില്ല, നിന്നെ അങ്ങ് പാക്ക് ചെയ്യും. മോനെ അർജുന, നീ വല്ല വിദേശത്തേക്കും പോയേ മദാമിയോ വല്ലതും കെട്ടടാ, ഇതിന് ഞങ്ങള് കല്യാണത്തിന് വരാം. ഇതെങ്ങാനും മമ്മി അറിഞ്ഞ പിന്നെ ഞാൻ വിദേശത്തേക്ക് ആയിരിക്കില്ല പോവാ. അതെന്താ, നിനക്ക് പാസ്പോർട്ട് ഇല്ലേ? പാസ്പോർട്ട് ഇല്ലാഞ്ഞിട്ടല്ല, ഒരാളെ കൊന്നാലേ വിദേശത്തേക്കല്ല പോവാ, ജയിലിലേക്കാ പോവാ. അങ്ങനെ സംഭവിച്ച ചേച്ചി ഞാൻ തട്ടും, എന്നിട്ട് ജയിലിൽ പോയി കിടക്കും കേട്ടാ. പിന്നെ നല്ലൊരു വക്കീലിനെ വെച്ച് ഞാൻ വാദിക്കും, എന്നിട്ട് പറയും ചേച്ചി സൂയിസൈഡ് ചെയ്തതാണ്. ഞാൻ നൈസായിട്ട് ഊരിപ്പോരും, എന്നിട്ട് ഞാനും ത്രിവേണിയും സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ നീ എന്നെ പേടിപ്പിക്കല്ലേ. എന്നെ കൊന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. പ്രേതായിട്ട് വന്നിട്ടാണെങ്കിൽ നിന്നെ ഓളെ ഞാൻ തെറ്റിക്കോളാം. നിനക്ക് എന്നെ എന്റെ പ്രേതത്തെ അറിയത്തില്ല. ചേച്ചി എന്ത് വേണേ കാണിക്കും, ഇതെന്തായാലും മമ്മി ന്യൂസ് അറിയും. ചേച്ചി പോയി അറിയിച്ചോ, അങ്ങനെയും ചേച്ചി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. പിന്നെ ആ ഫോണൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ, നമുക്ക് വീഡിയോ ഇനി എടുക്കണ്ടേ. ഇനി ഇതെല്ലാം ഞാൻ മായമ്മ അറിയിച്ച അവരൊന്നാവൂ? ഇവരെ തമ്മിൽ തെറ്റിക്കണം, അതാ ഞാൻ ചെയ്യേണ്ടത്. അതിനുള്ള എന്തെങ്കിലും പണി ഞാൻ ഒപ്പിക്കണം. ആ മായമ്മ ഇവളെ വെറുക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വലിയ ബിൽഡപ്പിട്ട് പോയിട്ട് എന്തായി? സക്സസ്. എന്ത് സക്സസ്? അടി കിട്ടിയെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. അടി കിട്ടിയ? ആർക്കടി കിട്ടി? ചേട്ടാ, ഞങ്ങൾ കുഞ്ഞമ്മയോട് സംസാരിച്ചു. നിങ്ങൾ കണ്ടെന്നും മനസ്സിലായി, ചേട്ടനെ കുഞ്ഞമ്മ കണ്ട വഴി ഓടിച്ചെന്നും മനസ്സിലായി. ത്രിവേണി നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ? ആ, കുഞ്ഞുമ്മ പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ നടന്നെന്താണെന്നറിയോ? ഹസ്ബൻഡ് വൈഫിനും ഒരു റൂം മതിയല്ലോ. എത്തി നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.